ഹായ് ഗൈസ്, അപ്പോൾ ഇത് ശരിക്കും ഒരു ഭയങ്കര സിമ്പിൾ ചലഞ്ചാണ്. എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും നല്ലോണം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ എങ്ങനെ ചലഞ്ചിട്ട് ഇത്രയും ആൾക്കാരൊന്നും നോക്കാറില്ല. എന്തായാലും ഇത്ര ആൾക്കാർ നോക്കിയാൽ ഒരുപാട് സന്തോഷം. നമുക്ക് നമുക്കിതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ചലഞ്ച് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ ലോഗിൻ പേജ് ആയിരിക്കും കാണുന്നത്. ലോഗിനിലാണ് എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്ക് ചെയ്യാറ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു APIയുടെ റെസ്പോൺസാണ് വരുന്നത്. യൂസർ നെയിമും പാസ്വേഡും empty ആയിരിക്കരുത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് ആണ്, യൂസർ നെയിമും പാസ്വേഡ്. അപ്പം ഡീഫോൾട്ടായിട്ട് നമ്മളിവിടെ എന്തെങ്കിലും ഒരു യൂസർ നെയിം പാസ്വേഡ് അടിച്ച് നോക്കുമ്പോൾ ഇൻകറക്റ്റ് യൂസർ നെയിം ഒരു പാസ്വേഡെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി പാസ്വേഡ് യൂസർ നെയിം ഇതല്ലെന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ ഹോം സ്ക്രീനിൽ പോയിട്ട് ഇവിടെ നമ്മുടെ സോഴ്സ് കോഡ് ഒന്ന് നോക്കുമ്പോൾ ഇവിടെ യൂസർ നെയിം അഡ്മിൻ എന്നും പാസ്വേഡ് അഡ്മിൻ 1 2 3 എന്ന് ഓൾറെഡി ഇവിടെ കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാം. ഓക്കെ, യൂസർ നെയിം അഡ്മിൻ പാസ്വേഡ് അഡ്മിൻ 1 2 3. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമുക്കിവിടെ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം, ഇത് DBയിൽ നിന്ന് വരുന്ന ഒരു ഡേറ്റയാണോ നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, DBയിലായിരിക്കുമല്ലോ ഡേറ്റ വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഡാഷ്ബോർഡിലേക്ക് ഇത് റീഡയറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പുതിയൊരു വിൻഡോ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ എനിക്ക് പെർമിഷൻ ഇല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തോ ഒരു കൈൻഡ് ഓഫ് ഓതൻറ്റിക്കേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് ഈ ഡേറ്റ നമുക്ക് കിട്ടുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പാരാമീറ്റേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ഗെറ്റ് റിക്വസ്റ്റുമാണ്. ഓക്കെ, ഇതൊരു ഗെറ്റ് റിക്വസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ടാബിൽ ഒന്ന് പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ബർപ്പും ഉണ്ട്, പക്ഷേ അതിനകത്ത് എന്തോ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് കാരണം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫുള്ള് ബ്രൗസർ വെച്ചിട്ട് കാണിക്കുന്നില്ല. കുറച്ചുകൂടെ വൃത്തിയായിട്ട് ബർപ്പ് വെച്ചിട്ട് കാണിച്ചു തരായിരുന്നു. അപ്പം ബർപ്പ് വേണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലോക്കൽ സ്റ്റോറേജിൽ ഒന്ന് പോയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുക്കീസ് ചെക്ക് ചെയ്യുമ്പോൾ ആക്സസ് ടോക്കൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കുക്കി ഉണ്ട്. ഓക്കെ, ഞാൻ ഈ കുക്കി ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, കോപ്പി ചെയ്തിട്ട് അപ്പോൾ ആ കുക്കി കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബേസ് 64 പോലൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്കിത് ബേസ് 64 ഡീകോഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇതെന്താണ് ഡീകോഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് ഒരു JSON ഒബ്ജക്റ്റ് ആണുള്ളത്. അപ്പോൾ അതാണ് ബേസ് 64 എൻകോഡ് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് അപ്പം ഈ പറഞ്ഞ ഓതൻറ്റിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം കുക്കീസിൽ കുറച്ചുകൂടെ പണിയാനായിട്ട് സൈബർ ഫോക്സ് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ബർപ്പ് വേണമെങ്കിൽ ബർപ്പ് യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ലിങ്ക് കോപ്പി ചെയ്തു, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്തു. കൊടുക്കുമ്പോൾ പെർമിഷൻ ഇല്ലാന്ന് കാണിച്ചു, സ്വാഭാവികമായിട്ടും. അപ്പം ആ കുക്കിയുടെ പേരെന്തായിരുന്നു, ആക്സസ് ടോക്കൺ. ഓക്കെ, ആക്സസ് ടോക്കണകത്തുള്ള JSON ഒബ്ജക്റ്റ് എന്തായിരുന്നു, യൂസർ നെയിം അഡ്മിൻ അല്ലേ. യൂസർ നെയിം എന്ന് പറഞ്ഞ ഒരു കീ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അഡ്മിൻ എന്ന് പറയുന്നത് നമ്മുടെ യൂസർ നെയിമാണ്. ഓക്കെ, ഇതായിരുന്നു ബേസ് 64 എൻകോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഡേറ്റ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് കൂടുതൽ നോക്കാം. അപ്പം ഞാൻ ഈ അഡ്മിൻ മാറ്റിയിട്ട് വെറുതെ ടെസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കുകയാണ്. അപ്പം വേറെ എന്തെങ്കിലും യൂസേഴ്സ് ഉണ്ടെങ്കിൽ ലൈക്ക് ഒരു ഐഡോർ പോലത്തെ അറ്റാക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഈ അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാല്യൂവിൽ നിന്നാണ് ബാക്കി എല്ലാം വരുന്നതെന്ന്. നമുക്കിവിടെ സിമ്പിളായിട്ട് വല്ല SQL ഇഞ്ചക്ഷൻ പോസിബിൾ ആണെന്ന് നോക്കാനായിട്ട് ഞാനൊരു സിംഗിൾ കോഡ്സ് ഇട്ട് നോക്കി. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ ഇവിടെ എനിക്കൊരു SQL എറർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇവിടെ SQL ഇഞ്ചക്ഷൻ പോസിബിൾ ആണെന്നാണ്. ഓക്കെ, ഞാൻ ഇട്ടുകൊടുത്ത ആ ഒരു എററിനെ ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒരു ബാലൻസർ ഇട്ട് കൊടുത്തിട്ട് ആ എറർ ഫിക്സ് ചെയ്തപ്പോൾ ആ എറർ ഫിക്സ് ആയി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ SQL ഇഞ്ചക്ഷൻ പോസിബിൾ ആണെന്ന്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ SQL മാപ്പ് യൂസ് ചെയ്യാം. എനിക്ക് മാനുവലാണ് കുറച്ചുകൂടി ഇഷ്ടം, അതുകൊണ്ട് ഞാൻ മാനുവൽ ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് എത്ര കോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഒരു 5 കൊടുക്കുകയാണ്. 5 കൊടുത്തപ്പോൾ 5 ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 4 കൊടുക്കുകയാണ്. 4 കൊടുത്തപ്പോൾ എനിക്ക് ഡേറ്റ പഴയ പോലെ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 4 കോളം ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇനി ഇതിനകത്ത് ഇഞ്ചക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 2 3 4 എല്ലാത്തിനകത്ത് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡേറ്റാബേസിൻ്റെ നെയിം ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഡേറ്റാബേസിൻ്റെ നെയിം കിട്ടിയിട്ടുണ്ട്, CTF. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ടേബിൾസ് ഒന്ന് പ്രിൻറ്റ് ചെയ്യാം.
ഡാറ്റാബേസിൻ്റെ നെയിം നമുക്ക് നേരത്തെ കിട്ടിയത് CTF എന്നായിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ CTF കൊടുത്തു. ഇപ്പോൾ എന്താണ്, എനിക്ക് ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ട് വേണ്ട ഇവിടെ ഒരു ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടേബിളിനകത്തുള്ള കോളങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്, ഫ്ലാഗ് കോളം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആ കോളത്തിനകത്തുള്ള എന്ത് ചെയ്യാം, ഡേറ്റ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഫ്ലാഗ് ചലഞ്ച്. ഇത്രേ ഉള്ളൂ, സിമ്പിളായിരുന്നു. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.